ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യൂട്യൂബിന് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര മടിയാണ്, പിന്നെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതെൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. വളരെ കുറച്ച് വ്യൂസ് ഉള്ള ഒരാളാണ് ഞാനിപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എവിടെയാണ്, ഞാൻ ആരാണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ യൂട്യൂബിൽ ചെയ്തിടാം എന്ന് ഓർത്തു. അതിനു വേണ്ടിയാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ള സമയം എപ്പോഴും കിട്ടാറില്ല. കാരണം ഞാൻ ഇപ്പം മാറ്റേണിറ്റിയിലുള്ള ഒരു അമ്മയാണ്. എൻ്റെ മോൻ ജസ്റ്റ് 10 months ഓൾഡ് ആയിട്ടുള്ളൂ. 10 months ആയിട്ടില്ല, അവൻ 9.5 അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ അവനെ ടേക്ക് കെയർ ചെയ്യണം. ഇപ്പൊ പുള്ളി ഇവിടെ ഉറങ്ങാണ്. ഞാൻ അവനിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ട് ആണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് ഇറക്കാം. ചെറിയൊരു വീഡിയോ വെക്കാം, ലോങ് വീഡിയോ ആര് കാണാനാണ്. സോ എൻ്റെ പേര് മാളവിക. എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് മലു ഗേൾ ഇൻ അയർലൻഡ് എന്നാണ്. അത് ഇച്ചിരി ക്രിഞ്ചാണെന്നൊക്കെ ആളുകൾക്ക് തോന്നാം, ബട്ട് യാ ഇറ്റ്സ് ഓക്കെ. എനിവേ, സോ ഞാൻ എൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഞാൻ അയർലൻഡിലാണ് താമസിക്കുന്നത്. ഞാൻ 5 കൊല്ലമായിട്ട് അയർലൻഡിലാണ്. ഞാൻ 2020 വന്നാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മോനുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ കിൽഡെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു ഡാൻസറാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഡാൻസ് പഠിക്കാൻ 10-23 വയസ്സ് വരെ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ. അപ്പം ഐ ലവ് ഡാൻസിങ്. ഞാൻ ഇപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഓൺലൈനായിട്ട് കുച്ചിപ്പുടിയും ഭരതനാട്യവും ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊരു ഡാൻസ് ക്ലാസ് ഓൺലൈൻ നടത്തുന്നുണ്ട്. ഇവിടെ 3 കുട്ടിയോടെ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഐ എൻജോയ് ഇറ്റ്. അതൊക്കെയാണ് എന്നെ പറ്റി പറയാനുള്ളത്. നാട്ടില് ഞാൻ എറണാകുളം പെരുമ്പാവൂരാണ് എൻ്റെ വീട്. ഞാൻ അവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. കുറച്ച് നാൾ മൂവാറ്റുപുഴ എൻ്റെ അമ്മയുടെ വീടിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ പെരുമ്പാവൂർ തന്നെയാണ്. തിരുവനന്തപുരം എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ എന്നെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ പഠിച്ചത് MA കോളേജിലാണ്. ഞാൻ ഫിസിക്സ് പഠിച്ച ഒരാളാണ്. ഞാൻ മാസ്റ്റേഴ്സും ഫിസിക്സിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയുള്ള ഇന്ദിരാഗാന്ധി കോളേജിലാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് കൂടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി 2017 സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് ജോലി കിട്ടി. നമ്മളിവിടെ സെറ്റിൽഡ് ആണ് ഇപ്പോൾ. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കഥകൾ. ഞാൻ പല പല വീഡിയോസ് ആയിട്ട് ചെയ്യണം എന്ന് ഓർക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഞങ്ങൾ ഇവിടെ വന്നതിനെ പറ്റിയും ഞാൻ എങ്ങനെ മാസ്റ്റേഴ്സിൽ നിന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയെന്നുള്ള കഥയൊക്കെ ഞാൻ പറയാം. അതൊരു ലോങ് കഥയാണ്. ഇപ്പം എന്തായാലും ഞാൻ മാറ്റേണിറ്റി ലീവിലാണ്. ഞാൻ 2022 ജോലിക്ക് കയറിയായിരുന്നു. 2020 വന്ന് 2022 ജോലിക്ക് കയറി. 25 മാർച്ച് വരെ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മാറ്റേണിറ്റിയിൽ. ഞാനിനി തിരിച്ച് ഏപ്രിലായിരിക്കും കയറാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവാണ് ആയിരുന്നു. ഇങ്ങനെ ഒരു ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഇപ്പോഴും വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും വളവളാന്ന് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ദെൻ എല്ലാവരും, എൻ്റെ അമ്മ എന്നോട് പണ്ടേ പറയാം, ഈ ടിക്ടോക്ക് വന്ന കാലഘട്ടത്തിലൊക്കെ എന്നോട്, എടി നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാലോ, നീ വീഡിയോ എടുത്തിടുക അങ്ങനെ ഇങ്ങനെ. പക്ഷെ അന്ന് ഞാൻ അതൊക്കെ ക്രിഞ്ചായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ബേബി ക്യാമറ ആണെങ്കിലോ എങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എണീറ്റ് ഉടമ്പ് വരും എനിക്ക്. അപ്പം അമ്മ എൻ്റെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, നീ വീഡിയോ എടുക്ക്, ഇത് അങ്ങനെയാണ്. അന്ന് നമുക്കറിയില്ല ഇത് ഇങ്ങനെ ഒരു വലിയ സംഭവമാണ്, ഒരു വലിയ പ്ലാറ്റ്ഫോം ആണെന്നൊന്നും അറിയൊന്നുമില്ല നമുക്ക്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അതിനുള്ള ബോധം ഉണ്ടായിരുന്നു പറയാനായിട്ട്. ബട്ട് അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം എണീറ്റു. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ 9 month ഓൾഡ് ബേബി. ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഫ്ലൂ ഒക്കെ അടിച്ച് ഞങ്ങള് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലേ കുഞ്ചു? എന്റെ കയ്യിലുള്ള ഈ സാധനം വേണമായിരിക്കും കേട്ടോ. അപ്പൊ ഇവന്റെ പേര് അദ്വൈ എന്നാണ്. ADVAY. അദ്വൈതില്ലേ, അദ്വൈ അജിത്. അപ്പൊ എന്റെ അമ്മ അങ്ങനെ പലതും പറയുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. പക്ഷെ
ഇപ്പൊ ഇവിടെയൊക്കെ വന്നതിന് ശേഷം ഇത്ര നാളും കഴിഞ്ഞു. തുടക്കത്തിൽ പോലും ഞാൻ ചെയ്തില്ല കേട്ടോ. എനിക്ക് അന്നൊക്കെ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്നൊക്കെ കുറച്ചുകൂടി ഒരു നല്ല കാലഘട്ടമായിരുന്നു ചെയ്യാൻ. കാരണം കൊറോണ സമയമാണല്ലോ 2020 എന്നൊക്കെ പറഞ്ഞ. അന്ന് ചെയ്യായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്കറിയില്ല, ഹോപ്പ്ഫുള്ളി എന്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞും എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം എന്നാണ് ആഗ്രഹം. ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നത്, എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വലിയ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഡിറ്റിംഗ് എന്നല്ല, എഡിറ്റ് മുറിച്ച് കളഞ്ഞ് അതിനെ സെറ്റാക്കി വെക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടാപ്പി ഉറങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇവൻ മൊബൈൽ കണ്ടപ്പോൾ നോയിക്കൊണ്ടിരിക്കും, ഒബ്വിയസ്ലി എല്ലാ കുട്ടികളെയും പോലെ. പിന്നെ അവനെ തന്നെ കാണുന്നോണ്ട് ഇപ്പൊ അതിനകത്തോട് നോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഭയങ്കര സെൽഫ് ഒബ്സസ്ഡ് ബേബിയാണ്. അങ്ങനെ അതൊക്കെയാണ് എന്റെ കാര്യങ്ങൾ ഞാൻ പറയാനുള്ളത്. ഇനി എന്റെ ഹോബീസിനെ പറ്റി പറയാനാണെങ്കിൽ ഡാൻസ് ഒരു ഹോബി ആയിട്ടൊന്നും ഞാൻ പറയില്ല. അത് ഒരു എന്റെ പ്രൊഫഷൻ പോലെ തന്നെ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അതൊരു ഹോബി ആയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഹോബി എന്റെ TV കാണൽ തന്നെയാണ്. ഞാൻ റീൽസ്, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ TV കാണാൻ ഇഷ്ടമാണ്. ഞങ്ങൾ കുറച്ചുകൂടെ സീരീസ് കാണുന്ന ഒരാളാണ്. ഇവൻ ഉണ്ടാവുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ ലൈക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സിനിമയും സീരീസുകളും കാണുന്ന ആൾക്കാരായിരുന്നു. പിന്നെ എനിക്ക് എല്ലാ ടൈപ്പ് സീരീസ് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ലൈക്ക് ഐ പ്രിഫർ സിറ്റ്കോംസ്. ഏറ്റവും കൂടുതൽ സിറ്റ്കോംസ് കണ്ടുപിടിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ജോണർ മാറ്റണം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും മാറ്റും. സ്ട്രേഞ്ചർ തിങ്സ് പോലത്തെ സാധനങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ കാണുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഞാൻ എന്താ കാണുന്നത്, ഗുഡ് ഡോക്ടർ ആണ് കാണുന്നത്. അത് അവിടെ നിന്ന് കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൗൺ പോലത്തെ സീരീസ് കാണാറുണ്ട്, ലൈക്ക് റിയൽ സ്റ്റോറി. പക്ഷെ നമ്മുടെ ജോളി ചേച്ചിയുടെ സീരീസ് കണ്ട് കിറങ്ങി 2 ദിവസം കിടക്കാൻ പറ്റണ്ടായിരുന്നില്ല. സീരീസ് കണ്ടാ ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. ഒരു ഡോക്യുമെന്ററി ആയിരുന്നു എന്റെ ഓർമ്മ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ഞങ്ങള് ബോറടിക്കും ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ബോറടിക്കാൻ ആക്ച്വലി ഞങ്ങൾക്ക് സമയമില്ല, ബിക്കോസ് ഓഫ് ദിസ് ഗായ്. സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ ഇപ്പൊ ഒരു ദിവസം ഒരു സൺഡേ വ്ളോഗ് ചെയ്തായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു സൺഡേ വ്ളോഗ് ചെയ്യാൻ നോക്കി. ഇപ്പൊ എന്റെ സൺഡേസ് എല്ലാം സെയിം ആയിട്ടായിരിക്കണം. എന്റെ സാറ്റർഡേ സെയിം ആണ്, മൺഡേ ടു ഫ്രൈഡേ ഭയങ്കര സെയിം ആണ്. എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. ബട്ട് ഐ തിങ്ക് കുറച്ചുകൂടെ ഇനിയിപ്പോ എന്റെ അമ്മ വരാൻ നമ്മള് വിസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മ ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമായിരിക്കും തന്നെ. അപ്പം അമ്മ ഇവന്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം, ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് കുറച്ചൊന്ന് എന്നെ അപ്സ്കില്ല് ചെയ്യണം എന്നുണ്ട്. കാരണം നമ്മൾ പഠിച്ചതെല്ലാം മറന്നുപോയില്ലേ. അപ്പൊ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ആ ജേർണിയിൽ നമുക്ക് കാണാം. ഒരു യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ലോങ് ആയിട്ടും കൂളായിട്ടും പറയുന്നത്. ഇങ്ങനെ ഒരു 1-to-1 സംസാരം പോലെ. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ആദ്യമായിട്ട് ഇത്ര ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലും എനിക്ക് പേജ് ഉണ്ട്. വലിയ വലിയ വ്യൂസും വലിയ ഇതൊന്നുള്ളതൊന്നും അല്ല കേട്ടോ. ഒരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ അതിനകത്ത് ഫ്രീക്വന്റ്ലി അത്യാവശ്യം കണ്ടന്റ് ഇടുന്ന ഒരാളാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് നമ്മുടെ റെഗുലർ കുക്കിംഗ്. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിന്നർ കാര്യങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പറ്റൈസേഴ്സ് ഒക്കെ എപ്പോഴും ഞാൻ ഉണ്ടാക്കും. എനിക്ക് കേക്ക് ബേക്കിംഗ് ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുമോ എന്നുള്ളത് പോലെ എനിക്കിപ്പോ ഡൗട്ടിലാണ്. ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ. എനിക്ക് യൂട്യൂബിൽ നല്ലോണം വീഡിയോസ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. യാ, അത്രയൊക്കെ ഉള്ളൂ. എന്റെ ഓർമ്മയിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ഇട്ടാൽ മതി. ചെറിയ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, 10 മിനിറ്റുള്ള വീഡിയോ. അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടൂ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്റെ വീഡിയോയുടെ പകുതി എടുത്ത് നോക്കി കണ്ടോണ്ടിരുന്നപ്പോഴാണ് അതിന് പിന്നെ സൗണ്ട് ഇല്ലാണ്ടായിരുന്നു ഞാൻ റിയലൈസ് ചെയ്തത്. പകുതി കഴിഞ്ഞപ്പോ സൗണ്ട് ഇല്ല അതിന്. എന്തുകൊണ്ടാ അറിയാൻ പാടില്ല എന്തുകൊണ്ടാണെന്ന്. അതിനകത്ത് ഇപ്പൊ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സ് ഇട്ടുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്നാലാണല്ലോ നമുക്ക് എന്താണ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടത്, നമ്മൾക്ക് ചെയ്യുന്നതിൽ എന്താണ് തെറ്റുകളെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവൻ ഇറിറ്റേറ്റഡ് ആണ്. ഞാൻ പെട്ടെന്ന് നിർത്തുന്നതായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. അപ്പോ താങ്ക് യു. ബൈ ബൈ. ബൈ പറയൂ ആദി. ബൈ.